ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബീഫ് ബിരിയാണിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 ചെറുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10-12 വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് പച്ച മസാല, കുറച്ച് കരിവേപ്പിലയും പൊതിനയിലയും. ഇതെല്ലാം നന്നായിട്ടൊരു മിക്സറിലിട്ട് ചതച്ചെടുക്കാം. മിക്സിൻ്റെ പകുതി ബീഫിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ലെമൺ, കുറച്ച് മഞ്ഞൾ, 1 സ്പൂൺ കുരുമുളക്, കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 30 മിനിറ്റ്സ് ആണ് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അതിലേക്കൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സവാള ഫ്രൈ ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം 6-7 വിസിലിൽ വേവിച്ചെടുക്കാം. ഓൾറെഡി 3 നാഴി ബസ്മതി റൈസ് 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഉപ്പും കുറച്ച് പച്ചമസാലയും ഹാഫ് ലൈമും കുറച്ച് നെയ്യും ആഡ് ചെയ്തതിന് ശേഷം ബസ്മതി റൈസ് ആഡ് ചെയ്ത് 90% കുക്ക് ചെയ്തെടുക്കാം. ബിരിയാണി മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എണ്ണയും നെയ്യും ഒരേ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന മസാല അതിലേക്ക് ചേർക്കാം. 3 സവാളയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 തക്കാളിയും എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളകും ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, 1.5 സ്പൂൺ കുരുമുളക് പൊടി, ഒരു വലിയ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും, 1 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ മീറ്റ് മസാലയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എരിവിനനുസരിച്ച് മസാലയുടെ ക്വാണ്ടിറ്റി മാറ്റാം. കുക്കായ ബീഫ് ഇതിലേക്ക് ചേർത്ത് മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീഫും മസാലയും നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പൊതിനയിലയും നേരത്തെ ബീഫ് കുക്ക് ചെയ്ത് സ്റ്റോക്ക് കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. ഒരു ബേ ലീഫ് ചേർക്കാം. നെയ്യിൽ കാഷ്യൂവും റൈസിൻസും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് സവാളയോടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ബീഫ് മസാലയുടെ മുകളിൽ ചേർത്തതിന് ശേഷം ഒരു ലെയർ ബസ്മതി റൈസ് ഇടാം. ബസ്മതി റൈസ് ഒരു ലെയർ ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ്, കുറച്ച് ഗരം മസാല, ഫ്രൈ ചെയ്ത സവാള, കാഷ്യൂ, റൈസിൻസ്, കുറച്ച് മിൻറ്റ് ലീവ്സ് കൂടെ ചേർത്തതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു ലെയർ ബസ്മതി റൈസ് കൂടെ വെക്കാം. ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് ദം ചെയ്ത് എടുക്കാം. അല്ലെങ്കിൽ ഈസി ആയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ബിരിയാണിയുടെ മുകളിൽ ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ദം ചെയ്തും വെക്കാം. അങ്ങനെ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. റൈസിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ബിരിയാണിയുടെ ഒപ്പം കഴിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് മസാല നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സാലഡും മുട്ടയും പപ്പടവും റെഡിയാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണും വരെ ബൈ.